Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. Prayer varno ട്ടോ. Okay, ma'am. Dear Lord, thank you for this new day and this new chance to learn. As this class began, I ask for your presence and guidance. Help me to focus, to listen well, and to do my best. Bless my teacher with wisdom and my classmates with kindness. Let this be a class filled with peace, patience, and understanding. Thank you for every opportunity to grow. Amen. Signing and thought of the day varno ട്ടോ. Signing number. Good morning to everyone. A warm welcome to dear Aparna Miss and my friends to the online class. Let's learn well together. Thank you. Ma'am, thought of the day ഞാൻ പറയാം. പറഞ്ഞോടാ. ഓക്കെ. മിസ് നമ്മുടെ മരിയ മോണ്ടിസോറി മാമിന്റെ ആണ്. അശ്വിനി പറഞ്ഞോടാ. Good morning. I think so. അശ്വിനി ലെഫ്റ്റ് ആയി പോയി തോന്നുന്നു ട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സെമിനാർ ആണ് പ്രസന്റ് ചെയ്തത് അല്ലേ? കേൾക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും? ഓക്കെ. വെൽക്കം ടു ഓൾ ടു അവർ ന്യൂ സെഷൻ. നമ്മൾ ഇന്ന് റോൾ ഓഫ് ഇമോഷൻസ്, മെയിൻ ആയിട്ടുള്ള ഇമോഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ സെമിനാർ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആബ്സെന്റ് ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് സെമിനാർ എടുക്കാൻ ടൈം തരാം കേട്ടോ. അശ്വതി പറഞ്ഞോടെ ഫോട്ടോ പറയട്ടെ. മരിയ മോണ്ടിസോറി മാമിന്റെയാ. പറഞ്ഞോ. Children have an absorbent mind. They absorb knowledge for the environment with fatigue. ഓക്കെ. കുട്ടികൾക്ക് ഒരു അബ്സോർബന്റ് ആയിട്ടുള്ള മൈൻഡ് വേണം. അവര് എൻവയോൺമെന്റിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അബ്സോർബ് ചെയ്യുന്നുണ്ട്, ലേൺ ചെയ്യുന്നുണ്ട് അല്ലെ? നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാനായിട്ട് സാധിക്കും. അഫെക്ഷൻ ആണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇമോഷൻ. എല്ലാ ഹ്യൂമൻ ഇമോഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഇമോഷൻ തന്നെയാണ് അഫെക്ഷൻ. ഒരു കാര്യം ചോദിച്ചോട്ടെ. മാം, മോണ്ടിസോറി പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞ ഇപ്പൊ ഒരു PDF ഇട്ടിട്ടില്ലേ? അത് നമ്മൾ എക്സാം കഴിഞ്ഞ് ചെയ്താൽ മതിയോ? ഏത് എക്സാം കഴിഞ്ഞ്? നമ്മുടെ ഫസ്റ്റ് ടൈമിലെ എക്സാം ആണ്. ഫസ്റ്റ് ടൈമിലെ എക്സാം മാറ്റി വെച്ചിട്ടില്ലേ? ഇൻഫർമേഷൻ വന്നോ? അല്ല, 29th. ഓക്കെ. ആസ് യുവർ വിഷ്, നിങ്ങൾ ടൈം പോലെ ചെയ്തു. ഓക്കെ. അപ്പൊ മാം, ഈ ഫസ്റ്റ് ടൈമിലെ മാർക്ക് ലാസ്റ്റ് ആണോ എല്ലാം കൺക്ലൂഡ് ചെയ്താണോ എല്ലാം വരുന്നത്? അല്ലാടാ, ടേം എക്സാം എന്ന് പറയുന്നത് മോഡൽ എക്സാമുകളാണ്. ഓക്കെ. മെയിൻ എക്സാം എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യും കേട്ടോ. താങ്ക് യു. താങ്ക് യു ഡാ. മ്യൂട്ട് ആവോ? ശരിയോ? ഓക്കെ, താങ്ക് യു. അഫെക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ഇമോഷൻ ആണ് അഫെക്ഷൻ. നമുക്ക് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് എന്താണ്? അഫെക്ഷൻ ആണ് അല്ലെ? ആ കുട്ടീനെ ഒന്ന് എടുക്കാനും ആ കുട്ടീനെ ഒന്ന് കെയർ ചെയ്യാനും നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ്? അഫെക്ഷൻ ആയതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങളോട് തോന്നുന്നത് പ്രത്യേകമായിട്ടുള്ള അഫെക്ഷൻ ഇമോഷൻ ആണ് അഫെക്ഷൻ. ഇപ്പൊ നമ്മള് പാരന്റ്സ്
കുട്ടികളോടുള്ള ആ ഒരു ഇഷ്ടവും കെയറും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന വാത്സല്യമാണ് അല്ലെ. ഓവർ അഫെക്ഷൻ ആവാൻ പാടില്ല. കറക്റ്റ് ആയിട്ട് നമ്മൾ കുട്ടികളെ അഫെക്ഷൻ കൊടുത്ത് തന്നെ വളർത്തണം. സ്നേഹം, ഇഷ്ടം, നമ്മുടെ കെയർ അവർ നമ്മുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ പ്രവൃത്തിയിലൂടെ, ജസ്റ്റ് നിങ്ങളെന്റെ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മൾ അവരോട് പറയണം. It has a great influence on child's total development. കുട്ടിയുടെ ടോട്ടൽ ഡെവലപ്മെന്റിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ആണ് അഫെക്ഷൻ. The growth and an uncivilized, helpless baby to be civilized and effective human being. അപ്പൊ കുട്ടികൾ നല്ല രീതിയിൽ ഗ്രോത്തും ഡെവലപ്മെന്റിനും അഫെക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിനെ സിവിലൈസ്ഡ് ആയിട്ട് മാറ്റാനായിട്ട് അഫെക്ഷൻ വളരെയധികം ഒരു നല്ലൊരു റോള് വഹിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ പെൺകുട്ടികളുടെ ലൈഫിലാണ് ഏറ്റവും അഫെക്ഷനേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആരുമായിട്ടായിരിക്കും? കുട്ടികളില് ആരായിരിക്കും? ആ പറഞ്ഞ ഒരാൾക്ക് പെൺകുട്ടി വേണം ഇല്ലേ? അപ്പോ അച്ഛൻ പെൺകുട്ടികളുള്ള പാരന്റ്സ് ആണെങ്കിൽ മനസ്സിലാവും പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അഫെക്ഷനേറ്റ് ആയിട്ടുള്ള റിലേഷൻ ഉള്ള ആരാണ്? അച്ഛന്മാരൊക്കെയാണ്. അപ്പൊ നമ്മൾക്ക് അമ്മമാര് പറയുമ്പോൾ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ അവരനുസരിക്കുന്നില്ല. പക്ഷെ അച്ഛനൊന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, അത് കറക്റ്റ് ചെയ്തെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവർ ഫോളോ ചെയ്യും. അവരുടെ ഹീറോ ആണ് അച്ഛൻ അല്ലെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഹീറോ എന്ന് പറയുന്നതാണ് അവരുടെ അച്ഛനാണ്. അപ്പോ കുഞ്ഞുങ്ങളുടെ ലൈഫില് അച്ഛന്മാർക്ക് നല്ലൊരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പെൺകുട്ടികളുടെ ലൈഫില്. അപ്പൊ അവർക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മുടെ സ്നേഹവും ഇഷ്ടവും കെയറും കാര്യങ്ങളൊക്കെ നമ്മൾ അച്ഛന്മാര് കുട്ടികളോട് പറഞ്ഞു കൊടുത്ത് വളർത്താണെങ്കിൽ അപ്പൊ എന്താണ് അത് നല്ലതാണ്. ചില പാരന്റ്സ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ അവരോട് എത്ര ഇഷ്ടമുണ്ട് എത്ര സ്നേഹം ഉണ്ടെങ്കിലും ഞാൻ അവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാറൊന്നുമില്ല. ഞാനങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പോണേ. കാരണം നമ്മൾ കൂടുതൽ അഫെക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ അവരെങ്ങാനും വഴിതെറ്റി പോയാലോ അല്ലെങ്കിൽ അവര് അനുസരിക്കാതെ വന്നാലോ എന്ന് ചില പാരന്റ്സ് പറയും. അപ്പൊ ഞാൻ ആ പാരന്റ്സിനോട് പറയുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും നമ്മൾ നമ്മുടെ സ്നേഹവും ഇഷ്ടവും കെയറും ഒന്നും മാറ്റി വെക്കരുത്. പിന്നെ കൊടുക്കാം നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കണ്ണടയ്ക്കുന്ന സമയം കൊണ്ട് അവർ വലുതായി പോകും അല്ലെ. പെട്ടെന്ന് വലുതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഫെക്ഷൻ കാണിക്കാൻ പറ്റുന്നില്ല. നമ്മളുടെയൊക്കെ പാരന്റ്സ് നമ്മൾ നല്ല വടിയൊക്കെ എടുത്ത് തല്ലി പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നില്ലേ ചെറുപ്പത്തില്. അപ്പൊ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും, അയ്യോ അച്ഛനമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല, ഒട്ടും സ്നേഹമില്ല. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. അവരുടെ ഇമോഷൻസ് ഒക്കെ എന്ത് ചെയ്തു? ഹൈഡ് ചെയ്തതാണ്. ഇപ്പൊ നോക്കി നമ്മളുടെ പേരക്കുട്ടികളുടെ അടുത്ത് അല്ലെ നമ്മളുടെ കുട്ടികളുടെ അടുത്ത് അവരെത്ര കമ്പനി ആയിട്ടാണല്ലേ വർത്തമാനം പറയുന്നത്, കളിക്കുന്നതും. പണ്ട് നമ്മളെയൊക്കെ വിറപ്പിച്ചു നിന്ന ആൾക്കാരാണെന്ന് അത്രയും സ്നേഹത്തോടു കൂടി അവരെ കെയർ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അഫെക്ഷൻ, ഇപ്പൊ നമ്മള് ഗ്രാൻഡ് പാരന്റ്സിന് അവരുടെ പേരക്കുട്ടികളോടുള്ള ഒരു അഫെക്ഷൻ അത് ഭയങ്കര അമൂല്യമായിട്ടുള്ള ഒരു അഫെക്ഷൻ ആണ് അല്ലെ. നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ നല്ല പ്യുവർ ലവ് ആണ് ഗ്രാൻഡ് പാരന്റ്സ് കുട്ടികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോ ഇന്ന് രാവിലെ എന്റെ മോള് ക്ലാസ്സിൽ പോകാനായിട്ട് ചെറുതായിട്ടൊന്ന് മടി പിടിച്ചു കഴിഞ്ഞപ്പോ ഹസ്ബൻഡ് ചെറുതായിട്ടൊന്ന് ചൂടായി. ഞാനൊന്നും കിട്ടില്ല കേട്ടോ. ഹസ്ബൻഡ് ഒന്ന് പെട്ടെന്ന് ചൂടായി. ഹസ്ബൻഡ് ചെറുതായിട്ട് സൗണ്ട് ഒന്ന് മാറ്റുള്ളൂ. അപ്പോഴേക്കും മോള് കരഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡിന്റെ അമ്മ വന്നിട്ട് ഹസ്ബൻഡിന് ചീത്ത പറഞ്ഞു. എന്നിട്ട് അമ്മ കരയാണ്. പേരക്കുറിച്ചിനൊപ്പം അമ്മ നിന്ന് കരയുന്ന ഒരു അവസ്ഥയായിരുന്നു. കാരണം എന്താ, അവര് തമ്മിൽ നല്ല ബോണ്ടാ. ഗ്രാൻഡ് പാരന്റ്സ് കുട്ടികൾക്ക് അവർ പേരക്കുട്ടികൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ബോണ്ടാണ് അല്ലെ. അപ്പോ അവര് തമ്മിൽ നല്ലൊരു അഫെക്ഷനേറ്റ് റിലേഷൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് കുട്ടീനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. നമ്മൾ വർക്കിംഗ് ആണെങ്കിൽ പോലും കുട്ടിയുടെ ഏറ്റവും ഇഷ്ടം കാര്യങ്ങൾ ഒരു കാര്യം മുടങ്ങാതെ നടക്കുന്നുണ്ടെങ്കിൽ ആരാണ് അതിന് സപ്പോർട്ട്? നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് തന്നെയാണ്. അപ്പോ അത് നല്ലൊരു റിലേഷൻ. പാരന്റ്സും ഗ്രാൻഡ് പാരന്റ്സും കുട്ടിയുടെ ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് എന്ത് ചെയ്യുന്നുണ്ട്, വഹിക്കുന്നുണ്ട്. The rearing and education of the child depends largely upon the amount of affection he has been from others, including their parents. കുട്ടികൾക്ക് പാരന്റ്സിൽ നിന്ന് കിട്ടുന്ന ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു കെയറും അഫെക്ഷനും കാര്യങ്ങളൊക്കെ കുട്ടിയുടെ ലൈഫിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. Affection develop a child a feeling of being wanted. അഫെക്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്റെ അച്ഛനമ്മയ്ക്കും വേണം എന്നൊരു ഫീലിംഗ്. നമ്മൾ അവരോട് സ്നേഹത്തോടു കൂടി കെയറിങ്ങോട് കൂടി നമ്മൾ അവരോട് പെരുമാറണം. He feels secure and his self-esteem grow, and with it grow the need to try out, to be adventurous, to take task, to make mistake and learn through such experience. നമുക്ക് എന്ത് കാര്യം ചെയ്യാനും എന്താണ് നമുക്ക് കോൺഫിഡൻസ് കിട്ടുന്നത് നമ്മുടെ ഒരു അഫെക്ഷൻ, നല്ലൊരു അഫെക്ഷൻ റിലേഷൻ ഉണ്ടെങ്കിലാണ്. പണ്ട് ഞാൻ ഭയങ്കര കുറുമ്പിയായിരുന്നേ.
എന്ത് കാര്യം ചെയ്യും എന്ന് വെച്ചാൽ ഭയങ്കര റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. എന്റെ കോൺഫിഡൻസ് ആരായിരുന്നു എന്നറിയാമോ? എന്റെ അച്ഛനായിരുന്നു. അച്ഛൻ പറയും, നിനക്ക് ശരിയെന്ന് തോന്നുന്നു, നീ ചെയ്തിട്ട് വന്നോ, ബാക്കി എന്തെങ്കിലും നമുക്ക് നോക്കാം എന്ന് പറയും. അപ്പൊ എന്താ നമുക്കതൊരു ഫീലാണ്. ഇപ്പോഴായാലും ഞാൻ മാരേജ് കഴിഞ്ഞ് പോന്നാലും അച്ഛൻ പറയുന്ന ഡയലോഗാണ്, നിനക്ക് ഓക്കെ ആണോ എന്ന് വെച്ചാൽ കല്യാണത്തിന് മുമ്പ് അച്ഛൻ പറഞ്ഞു, നിനക്ക് അവിടെ ഓക്കെ അല്ലെങ്കിൽ നീ പോന്നോ, കുഴപ്പമൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ ഇവിടെ ഉണ്ട്, വേറൊരു പ്രശ്നമില്ല, നീ പോന്നോ. അപ്പൊ അമ്മ ചീത്ത പറയാ, നിങ്ങൾ എന്ത് മനുഷ്യരാണ്, പെൺകുട്ടിനോട് തിരിച്ചു പോന്നോളാനാണോ പറയുന്നത്? കല്യാണം കഴിഞ്ഞ് അവിടെ നിൽക്കാനല്ലേ പറയേണ്ടത്? അതല്ല, അവൾക്ക് പറ്റുന്നില്ലെങ്കിൽ അവൾ പോന്നോട്ടെ, അവൾക്ക് ഓക്കെ ആണെങ്കിൽ അവൾക്ക് ഓക്കെ അല്ലെങ്കിൽ അത് പോന്നോട്ടെ എന്ന് അച്ഛൻ പറയാം. അപ്പൊ അതൊരു നല്ല സപ്പോർട്ടാണ്. കാരണം എന്താണ്, പിന്നെ ഫോറിന്റെ അവസ്ഥയൊന്നും വന്നിട്ടില്ല. നല്ല അത്യാവശ്യം നല്ല ഫാമിലി തന്നെയാണ് കല്യാണം കഴിച്ച് വന്നത്. നല്ല സപ്പോർട്ട് തന്നെയാണ്. ഇപ്പൊ എന്റെ വീട്ടിൽ എങ്ങനെയാണോ എന്റെ അച്ഛനും സപ്പോർട്ട് ചെയ്തത്, അതേപോലെ തന്നെയാണ് ഇവിടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ അമ്മയും അതേപോലെ തന്നെ അച്ഛനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോ എന്റെ അച്ഛൻ എന്ന് പറയുന്നത് എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഡിസിഷൻസ് എടുക്കുന്ന കാര്യത്തിലായാലും. ഞാൻ എന്റെ ഒരു പ്രൊഫഷന്റെ ഒരു രീതി ഞാൻ പറയാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ട്സ് ആണ് ഞാൻ പഠിച്ചത്. എൽകോം, അത് കഴിഞ്ഞ് ചെയ്തത് CMA. അപ്പൊ അങ്ങനെ അക്കൗണ്ട് സെഷനാണ് എന്റെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഞാൻ വർക്ക് ചെയ്തത് അക്കൗണ്ടന്റ് ഒക്കെ ആയിട്ടാണ് വർക്ക് ചെയ്തത്. പിന്നെ മാരേജ് ആയിട്ട് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ബ്രേക്കും കാര്യങ്ങളൊക്കെ വന്നു. ആ സമയത്താണ് ഞാൻ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്നതിലേക്ക് വന്നത്. അപ്പോ ഞാൻ അച്ഛനോട് പറഞ്ഞു, സാർ എനിക്കിപ്പോ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അക്കൗണ്ട്സ് അല്ലേ, പിന്നെ ഹാപ്പി ആയിട്ടിരിക്കുന്നത്, ചിരിച്ചിട്ടിരിക്കുന്നത്. ഈ ചിരിയൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് മുഖത്ത്. കാരണം അത്രയും ടെൻഷനാണ്. ചെറിയൊരു കണക്ക് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം നമ്മൾ അഫക്ട് ചെയ്യും. ഉറപ്പുണ്ടാവില്ല, അത് ശരിയാക്കുന്നത് വരെ. ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ജോബാണ് അക്കൗണ്ട്സ് എന്നെ സംബന്ധിച്ച്. അപ്പോ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ പറഞ്ഞു, നിനക്ക് എന്താണ് ഇഷ്ടം അത് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോ എനിക്കിങ്ങനെ ജോബ് ചെയ്യാനായിട്ട് താല്പര്യം, എനിക്ക് അക്കൗണ്ട്സിനോട് താല്പര്യമില്ല. അപ്പൊ അക്കൗണ്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പേയ്മെന്റും കാര്യങ്ങളൊക്കെയാണ്, നല്ല സാലറി പാക്കേജ് ഉണ്ട്. അപ്പൊ ഞാൻ അമ്മയാണെങ്കിൽ വഴക്ക് പറയാണ്. അമ്മ പറയണം, എന്തിനാ നീ ജോലി കളയുന്നേ, അക്കൗണ്ട്സ് അതല്ല നല്ലത്, നല്ല സാലറി ഉണ്ട്, നല്ല സാലറി പാക്കേജ് ഉണ്ട്. പക്ഷെ പറഞ്ഞു, ഇല്ല, അവർക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അവളത് ചെയ്തോട്ടെ. സപ്പോർട്ടാണ്. അപ്പോ ഞാൻ എന്ത് തീരുമാനം എടുത്താലും അതിനെന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ ഹസ്ബൻഡ് ഇല്ലെങ്കിൽ പോലും, ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും സപ്പോർട്ട് ചെയ്ത ഒരാളുണ്ടാവും, എന്റെ അച്ഛനായിരിക്കും. അപ്പൊ നമുക്ക് ഒരു അഫെക്ഷനേറ്റ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ്, നല്ലൊരു കാര്യമാണ്, നമുക്കൊരു ധൈര്യമാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് എന്താണ് ഓവർകം ചെയ്യാൻ നമുക്ക് ഈ ഒരു റിലേഷൻ ഹെൽപ്പ് ചെയ്യും. പണ്ട് ചെറുപ്പത്തില് നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകുന്ന സമയത്ത് എന്നോട് ഞാൻ പെർമിഷൻ വാങ്ങിക്കാറില്ല. ഇപ്പോ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോവാണെങ്കിൽ എന്നോട് ഞാൻ പെർമിഷൻ വാങ്ങിക്കണമെന്നൊന്നും അച്ഛൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറയൂ അച്ഛൻ്റെ കുട്ടികളുടെ ഫ്രണ്ട്സിന്റെ ഒപ്പം ഇവിടെ പോവാണോ, മേ ബി ലുലുവിൽ പോവാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവാണെങ്കിൽ അച്ഛനോട് ഞാൻ ജസ്റ്റ് പറയും. പക്ഷെ ചെറിയ കുട്ടികളാണെങ്കിൽ അവരുടെ പാരന്റ്സിനോട് പെർമിഷൻ വാങ്ങിച്ച് സമ്മതിച്ചാൽ മാത്രമൊക്കെ വരുന്നത്. പിന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്താ അതങ്ങനെ, ഇവർക്ക് പറഞ്ഞാൽ പോരെ, അച്ഛനക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ സമ്മതിക്കില്ലേ ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷെ ഓരോ പാരന്റ്സിന്റെയും രീതി ഡിഫറെന്റ് ആയിരിക്കും. എന്റെ അച്ഛനാണെങ്കിൽ ഇവിടെ അഫെക്ഷൻ കാണിച്ച് തന്നെയാണ് വളർത്തിയിട്ടുള്ളത്. ചില പാരന്റ്സ് അത് ഹൈഡ് ചെയ്യും, ചില പാരന്റ്സിനൊന്നും അഫെക്ഷൻ ഉണ്ടാവില്ല. എന്റെ ഒരു ഫ്രണ്ടിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവളുടെ വീട്ടിൽ 3 പെൺകുട്ടികളാണ്. ആൺകുട്ടിനെ പ്രതീക്ഷിച്ച് വന്നിട്ട് 3 കുട്ടികൾ പെൺകുട്ടികളാണ് വന്നത്, ജനിച്ചത്. അപ്പോ ആ ഒരു ഫെസ്ട്രേഷനും കാര്യങ്ങളും ഈ കുട്ടികളോട് ആ ഒരു അച്ഛൻ പ്രകടിപ്പിക്കാറുണ്ട്. അഫെക്ഷൻ ഇതുവരെ കാണിച്ചിട്ടില്ല. പക്ഷേ ഇപ്പൊ അച്ഛൻ എന്ന് പറയുന്നത് ഈ പെൺകുട്ടികളുടെ കെയറില് ആ ഒരു തണലിലാണ് ജീവിക്കുന്നത്. ഇപ്പൊ ടൈം മാറുന്നുണ്ടോ, അന്ന് ചെറുപ്പത്തില് അഫെക്ഷൻ പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ അവർ ഇതിനേക്കാൾ നല്ല രീതിയിൽ നോക്കിയാണ്. നല്ല രീതിയിൽ തന്നെ നോക്കുന്ന കേട്ടോ, നല്ല രീതിയിൽ തന്നെ അച്ഛനെ കെയർ ചെയ്യുന്നത്. എന്നാലും നമ്മള് എന്താണോ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ചു കിട്ടും. നമ്മൾ അഫെക്ഷൻ കൊടുക്കാം, കുറച്ച് നാൾ മാത്രമല്ല നമ്മളുടെ ഒപ്പം ഉണ്ടാവുള്ളൂ. ഒരു 1 to 3 years വരെയും അവർ നമ്മളുടെ ഒപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും. 3 years മുതൽ ഈവനിങ്ങും അതേപോലെ സൺഡേ സാറ്റർഡേ മാത്രമായിട്ട് നമ്മുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നത്. കുറച്ചും കൂടി മുതിർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോ മേ ബി വെക്കേഷന് വിസിറ്റിന് വരുന്ന ഗസ്റ്റ് ആയിട്ട് മാത്രമായിട്ട് മാറും. ഓക്കെ, അപ്പൊ അവര് നമ്മളുടെ ഒപ്പമുള്ള ടൈം നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക, അവരുടെ സ്നേഹവും കെയറും കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുക തന്നെ വേണം. Okay, an atmosphere of actual love helps the child also to develop love and concern for others. നല്ലൊരു ആക്ച്വൽ ലവും കെയറും കൺസേൺസും ഇതെല്ലാമാണ് ഒരു അഫെക്ഷനേറ്റ് റിലേഷൻഷിപ്പിന്റെ മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ. ലേണിംഗ് ഇൻ എ സ്കൂൾ ഓൾസോ റിലീസ് എ ഗ്രേറ്റ് എക്സ്റ്റെൻഡ് ആൻഡ് അഫെക്ഷൻ.
സ്കൂളിൽ നിന്ന് നമ്മൾ ഒരുപാട് അഫെക്ഷനേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, ഫ്രണ്ട്സ് അല്ലെ, അതൊക്കെ ആയിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് ഒക്കെ എന്താണ് നല്ലൊരു അഫെക്ഷനേറ്റ് റിലേഷൻഷിപ്പ് ആയിട്ട് പിന്നെ മാറും. നമ്മളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ഒക്കെ ഇന്നും നിങ്ങൾ ഓർക്കുന്ന നിങ്ങൾ സുഹൃത്തുക്കളല്ലേ, ഒന്ന് ഫോൺ എടുത്ത് ജസ്റ്റ് കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും പറയടി എന്ന് പറയാനായിട്ട് അവരപ്പുറത്തുണ്ട് അല്ലെ. നല്ലൊരു അഫെക്ഷനേറ്റ് റിലേഷൻഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആണ് സ്കൂൾ ഇയേഴ്സ് എന്ന് പറയുന്നത്. Pupils seek sympathy, warm treatment from their children. കുട്ടികൾ ആഗ്രഹിക്കുന്നത് ഒരു നല്ല സിമ്പത്തറ്റിക് എംപത്തറ്റിക് ആയിട്ടുള്ള മൈൻഡ് ഉള്ള ടീച്ചേഴ്സിനെയാണ്. One of the good characteristics of the good teacher, therefore it is human quality. കുട്ടികളുടെ ടീച്ചേഴ്സിനെ സംബന്ധിച്ച് നല്ലൊരു ഹ്യൂമൻ ക്വാളിറ്റിയാണ്, നല്ല അഫെക്ഷനേറ്റ് ആയിട്ട് നമ്മളോട് സ്നേഹത്തോടുകൂടി കെയറോടുകൂടി പെരുമാറുന്ന ടീച്ചർമാര്. നമ്മുടെ അടുത്തേക്ക് വരുന്ന കുട്ടികളെ നമ്മൾ അതേപോലെ ആയിരിക്കണം ട്രീറ്റ് ചെയ്യുക. നല്ല സ്നേഹത്തോടുകൂടി നല്ല കെയറോടുകൂടി കുട്ടികൾ മിസ്റ്റേക്ക് ചെയ്താലും നമുക്ക് എത്ര ദേഷ്യം വന്നാലും അതൊന്നും അവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാതെ നല്ല സ്നേഹത്തോടുകൂടി വേണം നമ്മൾ അവരോട് പെരുമാറാനായിട്ട്. The feel that he feel actively concerned about people under his charge. അദ്ദേഹത്തിന്റെ കീഴിലുള്ള എല്ലാവരുടെയും എന്താണ് ഭയങ്കരമായിട്ട് അഫെക്ഷനോടുകൂടി നമ്മൾ പെരുമാറണം. The development of the love in children important for the development of the new society centered on cooperation and mutual love. നമ്മുടെ കുട്ടികളിൽ ലവ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അത് സ്നേഹവും കെയറും ഒരു സമൂഹത്തെ വാർത്തെടുക്കാനായിട്ട് കുട്ടികളിൽ എന്ത് വേണം, സ്നേഹം നമ്മൾ കൊടുക്കണം. നമ്മൾ സ്നേഹം കൊടുക്കുന്നത് നമ്മുടെ പാരന്റ്സ് കുട്ടിക്ക് സ്നേഹം കൊടുത്താലാണ് കുട്ടി പുറത്തു പോയാലും ആ ഒരു സ്നേഹവും കെയറും കോപ്പറേഷനും മ്യൂച്വൽ ലവ് ഒക്കെ പുറത്തോട്ടും അതെന്ത് ചെയ്യുള്ളൂ, പാസ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് ഒരു ഇമോഷൻ ആണ് സിമ്പതി. Sympathy as another emotion which on much of the emotional development of a child as well as society. നമ്മുടെ ഒരു സിമ്പതി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻ തന്നെയാണ്. നമ്മൾ മറ്റുള്ളവരോട് സിമ്പത്തറ്റിക് ആയിട്ടുള്ള മൈൻഡോട് കൂടി നമ്മളെക്കാൾ പാവം പൂർ ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ ഒരു എംപത്തറ്റിക് മൈൻഡോട് കൂടി അവരൊന്ന് ഹാൻഡിൽ ചെയ്യുക, അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, അതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. ഓക്കെ, അഫെക്ഷൻ എന്താണെന്ന് മനസ്സിലായോ? അഫെക്ഷൻ വാത്സല്യം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. നമ്മളുടെ വാത്സല്യവും സ്നേഹവും കെയറും കൊടുത്തു വേണം നമ്മുടെ കുട്ടികളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ. നല്ല കെയറിങ്ങോട് കൂടി നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കാൻ വേണ്ടത്. നെക്സ്റ്റ് ആണ് ഹ്യൂമർ ആൻഡ് ലവർ. തമാശകൾ അല്ലെ, സാധാരണ തമാശ പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പൊ എന്തോ തമാശനെ കുറിച്ച് പറഞ്ഞപ്പോ എന്റെ നാട് പറവൂരാണ്. പറവൂർ പാലി എന്നൊക്കെ പറയും, അറിയാൻ പറ്റുമോ എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടില് കഴിഞ്ഞ ദിവസം ഒരു ഞങ്ങളുടെയൊക്കെ നാട്ടിൽ എനിക്ക് സിനിമയില് തമാശ ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിയുടെ തമാശ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൊമേഡി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ സംഭവിച്ചു ആണല്ലോ, മിക്കവരും അറിഞ്ഞിട്ടുണ്ടാവല്ലോ അല്ലെ, സലീം കുമാറിൽ നമ്മളെങ്ങനെ എനിക്ക് ഇഷ്ടമുള്ളത് ഇത്ര കാലഘട്ടമാണ് നമ്മളെ ചിരിയില് നിർത്തിയിട്ടുള്ളത്. എന്ത് പറഞ്ഞാലും തമാശയായിരുന്നു അല്ലെ, ഭയങ്കര കോമഡിയാണ്. നമ്മള് ആ ഒരു വീട് പറയാതെ ആ തമാശകൾ പറയാത്ത ഒരു ദിവസം പോലും നമുക്കിടല. എന്താ പറയാ, മിക്ക ചിലപ്പോൾ അദ്ദേഹത്തിന് കോപ്പി ചെയ്യാറുണ്ട്, നമ്മള് തമാശ രീതിയിൽ പറയാറുണ്ട് അല്ലെ. അപ്പോൾ തമാശ ഹ്യൂമർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഇമോഷൻ തന്നെയാണ്. നമ്മുടെ ഹ്യൂമൻ ബീങ്സിനെ അനിമൽസിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഇമോഷൻ ആണ് എന്റെ ഹ്യൂമർ എന്ന് പറയുന്നത്. തമാശ ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ, എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കി ഏതൊരു റോളിനേക്കാൾ കൂടുതൽ മറ്റൊരാളുടെ ഇമോഷനെ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത് തമാശ എന്ന് പറയുന്നത് അത്ര ഹാർഡായിട്ടുള്ള കാര്യം. കാരണം അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഇമോഷൻ കൂടിയാണ് ഇത് ഹ്യൂമർ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ മറ്റൊരാളെ ചിരിപ്പിക്കുക, ആ ഒരു മനസ്സിലേക്ക് നമ്മൾ ആ ഒരു തമാശയുടെ പൊടി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി പാടാണ്. പിന്നെ സാധാരണയായിട്ട് മെയിൻ ആയിട്ട് ഹ്യൂമർ കൈകാര്യം ചെയ്യുന്നത് മെയിൽസ് ആയിരിക്കും അല്ലെ. ഹ്യൂമർ എന്ന് പറയുന്ന ഇമോഷൻസ് സ്ത്രീകൾ തമാശ ചെയ്യുമ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബിന്ദു പണിക്കരുടെ ഒക്കെ തമാശകള് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതേപോലെ ഹരിശ്രീ അശോകനായാലും സലികുമാർ ആയാലും പിന്നെ ആരാണ് ഇന്ദ്രൻസ്, ജഗദീഷ്, പഴയ തമാശകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പഴയ ഫിലിംസ്, പഴയ തമാശകള് ഇന്നും ഞാനത് കണ്ടുകൊണ്ടിരുന്നത് രസിച്ചുകൊണ്ടിരിക്കും. അപ്പൊ വീട്ടിലെല്ലാവരും ചോദിക്കും, നീ എന്താ ശരിക്കും അത് അതായത് ഇമോഷൻ സ്പെഷ്യലാണ്. പക്ഷെ ഇന്നത്തെ തമാശകൾ എനിക്ക് അങ്ങനെ ഡൈജസ്റ്റ് ആവുന്നില്ല. ഇന്നത്തെ ഫിലിംസിൽ വരുന്നത് കോമഡി ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും എനിക്ക് അങ്ങനെ
അധികം ഡൈജസ്റ്റ് ആവുന്നില്ല. എന്താണെന്നറിയില്ല, മേ ബി എന്റെ മാത്രം പ്രശ്നമായിരിക്കും. ഇപ്പോഴത്തെ ഫിലിംസിൽ തമാശ ഒന്നും എനിക്ക് അത്ര ഓക്കെ അല്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആട് 3 എന്ന് പറയുന്ന ഒരു ഫിലിം ഉണ്ട്. അതെല്ലാവരും പറയാനും ഭയങ്കര തമാശ ഫിലിമാണെന്ന്. പക്ഷെ എനിക്കൊന്നും ഡൈജസ്റ്റ് ആയില്ല, എന്താണെന്നറിയില്ല. പക്ഷെ ഇപ്പോഴും എനിക്ക് പൊൻകുട്ടി എഴുതുന്ന താറാവ് സിനിമ കണ്ടിട്ടുണ്ടോ? ആ സിനിമയൊക്കെ കാണുമ്പോൾ ഇപ്പോഴും ഞാനിരുന്ന് ചിരിക്കാറുണ്ട്. പഴയ ഫിലിംസ് തന്നോട് ഭയങ്കര ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഹ്യൂമറാണ്. അപ്പോ നമ്മൾക്ക് ഹ്യൂമർ, കുട്ടികളിലെ ഹ്യൂമർ എന്ന് പറയുന്ന ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. എനിക്കൊരു എന്താ പറയുക, ടീച്ചർ ഉണ്ടായിരുന്നു. എന്ത് പറഞ്ഞാലും തമാശ രീതിയിലായിരിക്കും മിസ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ആ ടീച്ചറെ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ബാക്കി എല്ലാ ടീച്ചേഴ്സിനെ മറന്നുപോയെങ്കിലും ഇന്നും ആ ഒരു തമാശ പറയുന്ന ഞങ്ങളോട് എപ്പോഴും എന്താ പറയാ, തിരുവനന്തപുരത്ത് വന്ന ടീച്ചറാണ്. അപ്പൊ മിസ്സിന്റെ സ്ലാങ് ഭയങ്കര വ്യത്യാസമാണ്. എന്ത് കപ്പി നീ സംസാരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്ലാങ് ആണ്. നമ്മൾ ആദ്യം കേട്ടത് എന്താണ് ഇവർ ഇങ്ങനെ പറയുന്നത്, നമ്മളുടെയൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭയങ്കര ബാക്ക്വേർഡാണ്. അപ്പൊ പറഞ്ഞ സ്നേഹിക്കോട്ട് വിളിക്കണാണ്. അപ്പൊ പിന്നെ മിസ്സുമാര് പറഞ്ഞു അതങ്ങനെയാണ്, സ്നേഹം കൊണ്ട് ആ മിസ് അങ്ങനെയാണ് അവരുടെ നാട്ടിൽ വിളിക്കുന്നതെന്ന്. പിന്നെ ആ മിസ് വരുന്നത് കാത്തിരിക്കും, ആ മിസ്സിനോട് സംസാരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നു. ഭയങ്കര രസമാണ് മിസ്. അപ്പൊ സ്ത്രീകൾ അധികം ഹ്യൂമർ കൈകാര്യം ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എനിക്കിഷ്ടമാണ് ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളെ. അപ്പൊ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടീച്ചർ ഉണ്ടായിരുന്നു. എന്ത് പറഞ്ഞാലും തമാശ രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യുന്ന ടീച്ചർ. നല്ല രസമാണത്. ദിസ് സെപ്പറേറ്റ് ഹ്യൂമൻ ബീയിങ്സ് ഫ്രം അനിമൽസ്. ഹ്യൂമർ ആണ് അനിമൽസിൽ നിന്ന് നമ്മളെ സെപ്പറേറ്റ് ചെയ്യുന്നത്. There are social emotions which greatly influence our routine daily life. നമ്മുടെ routine daily ലൈഫിൽ എന്താണ് സോഷ്യൽ ഇമോഷൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. ഹ്യൂമർ ഹെൽപ്സ് ദ കൺട്രോൾ കോൺഫ്ലിക്റ്റ് ആൻഡ് ടെൻഷൻസും കോൺഫ്ലിക്റ്റ് ഒക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ, ചിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുസ് കൂടുമെന്ന് അല്ലെ? നമ്മൾ ചിരിക്കുകയാണെങ്കിൽ ആയുസ് കൂടും. നമ്മൾ എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ ദേഷ്യം പിടിച്ചൊരു മുഖത്തോട് കൂടി വരാതെ നല്ലൊരു ചെറിയൊരു പുഞ്ചിരിയോട് കൂടി വരാണെങ്കിൽ നമ്മുടെ ആയുസ് കൂടുതലേ. നമ്മളെ കൊണ്ട് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പറ്റുന്നത് ബാക്കിയാണ്. ഇത് ലീഡ്സ് ടു ടോളറൻസ്, റിലാക്സേഷൻ ആൻഡ് ജോയ്. നമുക്ക് സമാധാനവും റിലാക്സേഷനും ഹാപ്പിനെസ്സും കൊണ്ടുവരാനായിട്ട് ഹ്യൂമർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. They give a chance for self-criticism and improvement in one's behavior. നമുക്ക് സെൽഫ് ക്രിറ്റിസൈസ് ചെയ്യാനും അതേപോലെ നമ്മുടെ ബിഹേവിയറിൽ മാറ്റം വരുത്താനും ഹ്യൂമർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആള് വഴക്ക് പറയുന്നത് നമ്മുടെ ബോസ് നമ്മൾ ഷൗട്ട് ചെയ്യാന്ന് വിചാരിക്കും. നമ്മൾ ചെയ്തൊരു പ്രവൃത്തി മിസ്റ്റേക്ക് ആയിപ്പോയി, നമ്മൾ ഷൗട്ട് ചെയ്യാതെ തമാശ രീതിയിൽ ഇവിടെ കണ്ട ഒരാൾ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് തമാശ രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് തന്നെ സെൽഫ് ക്രിറ്റിസിസം ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്ത മിസ്റ്റേക്ക് ആണ്, ഇങ്ങനെ എല്ലാവരും ചെയ്യുന്നത്, ഇതിങ്ങനെ കറക്റ്റ് ചെയ്ത് ചെയ്യണം എന്ന്. ചില വഴക്ക് പറയുന്നതിലും തമാശ രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. നെക്സ്റ്റ് ഇമോഷൻ ആണ് ഫിയർ. ആർക്കൊക്കെയാണ് പേടിയുള്ളത്? എന്തിനൊക്കെയാണ് പേടി? ഹൈറ്റ് പേടിയാണ്. ഓക്കെ, സെയിം വെച്ച് എനിക്ക് ഹൈറ്റ് പേടിയാണ്. എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും നമ്മൾ വിചാരിക്കും ഇത്രയും വലിയൊരു ആളല്ലേ ഈ ഹൈറ്റ് പേടിയാവാം, അല്ലെങ്കിൽ ടീച്ചറല്ലേ, ടീച്ചർക്ക് എന്താ ഹൈറ്റ് പേടി? ശരിക്കും പേടിയാണ്. ചെറുപ്പം മുതലേ ഹൈറ്റിനോട് പേടിയാണ്. കാരണം ചെറുപ്പത്തില് എനിക്ക് ഒരു ചെറിയ ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ ജനലിന്റെ മുകളിൽ ഇങ്ങനെ പാളിയിൽ ഇങ്ങനെ കയറി മുകളിൽ ചെന്നിട്ട് അവിടെ നിന്ന് എടുത്ത് പറന്നു എന്നാണ് അമ്മ പറയുന്നത്. പറന്ന് നിലത്ത് വന്ന് ലാൻഡ് ചെയ്തു. താഴെയിൽ ഇങ്ങനെ വലിയൊരു സ്റ്റിച്ച് ഇവിടെ ഇട്ടിട്ടുണ്ട്, ഭയങ്കര സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. പറന്ന് വന്നതിന്റെ ലാൻഡ് ചെയ്തതിന്റെ പ്രശ്നം കൊണ്ട് പറ്റിയതാണ്. അപ്പൊ അമ്മ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനേയും കാര്യത്തിലും മുകളിൽ കയറുമ്പോ, സ്റ്റെപ്പ് കയറുമ്പോഴായാലും കസേരയുടെ മുകളിൽ കയറുമ്പോഴായാലും അപ്പൊ അമ്മ പറയും ഈ മുകളിൽ കയറി കഴിഞ്ഞാൽ മൊത്തമായിട്ട് ഇടികളൊന്ന് വീഴും, അല്ലെങ്കിൽ താഴത്തേക്ക് വീഴുമെന്ന് പറഞ്ഞ് എനിക്ക് സംഭവിക്കുന്ന 2.5 വയസ്സാണ്. എനിക്ക് ഓർമ്മ വരുന്നത് എനിക്ക് ഹൈറ്റ് പേടിയുള്ള ഒരു ടൈം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 5 വയസ്സ് മുതൽ എനിക്ക് ഹൈറ്റ് പേടിയാണ്. കാരണം ബിൽഡിങ്ങുകളിൽ കയറില്ല, സ്റ്റെപ്പ് കയറില്ല, സ്റ്റെയർ കയറില്ല. പിന്നെ ഭയങ്കര കരച്ചിലായിരിക്കും. ഉയരങ്ങളിലോട്ട് പോകുന്നതോറും എനിക്ക് ടെൻഷൻ വരും. നമ്മൾ വിചാരിക്കും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇപ്പോഴും സ്റ്റെയർ യൂസ് ചെയ്യാറില്ല, സ്റ്റെയർ കയറുന്നത് എനിക്ക് പേടിയാണ്. ഞാൻ അതുകൊണ്ട് ലിഫ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ലിഫ്റ്റിനും പ്രത്യേകതകളുണ്ട്. ക്ലോസ്ഡ് ആയിട്ടുള്ള ലിഫ്റ്റ് ആണ്, മറ്റേ ഗ്ലാസ് ലിഫ്റ്റ് ഉണ്ടല്ലോ, നമ്മള് മുകളിലൊക്കെ പോയി മുകളിലൊക്കെ പോകുന്ന സ്ഥലത്ത് ഞാൻ ലിഫ്റ്റ് യൂസ് ചെയ്യാറില്ല. അങ്ങനെ വരുമ്പോ ഗ്ലാസ് ലിഫ്റ്റ് ആണ്. അതല്ലാതെ ക്ലോസ്ഡ് ലിഫ്റ്റ് നോക്കിയിട്ട് ആ ലിഫ്റ്റ് ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. പേടിയാണ് ഹൈറ്റിനോട്. ഉള്ളിൽ നിന്നുള്ള പേടിയാണ്. കാരണം നമ്മൾ വിചാരിക്കും, ഞാൻ
മെയിൻലി ഞാൻ വിശ്വസിച്ചിരുന്നത് എനിക്ക് ഹൈറ്റ് എന്നുള്ള പേര് മാറി. കാരണം ഞാൻ കോളേജിൽ പോയിരുന്നത് 4th ഫ്ലോറിലാണ് എന്റെ ക്ലാസ് വരുന്നത്. ഞാൻ കോളേജിൽ പോയിരുന്ന ടൈമില് 4th ഫ്ലോറിലാണ് എന്റെ ക്ലാസ്. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിഫ്റ്റ് ഇല്ല, പക്ഷേ സ്റ്റെപ്സ് ആണുള്ളത്. സ്റ്റെപ്സ് അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം കയറുമ്പോൾ ഒരു 2 months-ഓളം എനിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും എന്റെ പേടി മാറി. ഞാൻ വിചാരിച്ചു എന്റെ ഹൈറ്റിനോടുള്ള പേടിയൊക്കെ മാറി, ഞാൻ ഭയങ്കര ധൈര്യവതിയായി എന്ന്. പക്ഷെ അത് ആ പേടി നമ്മുടെ ഉള്ളിൽ നിന്ന് മാറില്ല. നമ്മള് ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരില്ലേ, നമ്മൾ കൂടുതൽ ടെൻഷൻ, നമ്മള് സ്ട്രോങ് അല്ല, വീക്ക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ആ ഭയം നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് വരും. ലാസ്റ്റ് ഡേ കുറച്ച് നാൾ മുമ്പ് ഞാൻ ഹോസ്പിറ്റലിൽ പോയതാ. അച്ഛന് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ വന്നപ്പോ ഹോസ്പിറ്റലിൽ പോയതാണ്. ആ സമയത്ത് അവിടെ സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല എനിക്ക്. അച്ഛനെയും കൊണ്ട് സ്റ്റാഫ്സ് മുകളിലോട്ട് ലിഫ്റ്റിൽ പോയി. പിന്നെ എന്നോട് മുകളിലേക്ക് വന്നോളാനാ പറഞ്ഞത് ബില്ല് ചെയ്തിട്ട്. പക്ഷെ ഈ സ്റ്റെപ്പ് കയറാൻ പറ്റില്ല, പേടിയാവുന്നു. പേടിയായിട്ട് എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. കാലെടുത്ത് സ്റ്റെപ്പിലേക്ക് വെക്കണ്ടേ, പറ്റുന്നില്ല. ആ ഭയം ആ സമയത്ത് നമുക്ക് വരും. നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയൊരു ഭയമാണെന്ന് തോന്നുന്നു എന്നോട്. എനിക്ക് തോന്നുന്നു എന്റെ ഉള്ളിൽ ഏറ്റവും ഉള്ളൊരു ഭയം ഫിയർ ആണ്. അപ്പോ ഫിയർ എന്ന് പറയുന്നത് ഒരു ഇമോഷൻ തന്നെയാണ് മനുഷ്യന്റെ ഉള്ളിലുള്ളത്. A person in a fear tries to turn his back from the opposite of fear. ഞാൻ എന്താ ചെയ്യുന്നത് ഫിയറിന്റെ കാര്യത്തില്, ഞാൻ പേടിയുള്ള കാര്യത്തിൽ ഞാൻ മാറി സഞ്ചരിക്കാതെ സ്റ്റെപ്പ് കയറാതെ ലിഫ്റ്റ് യൂസ് ചെയ്യുന്നു. അതേപോലെ ഹൈറ്റ് ഉള്ള സ്ഥലങ്ങളിൽ പോവാതിരിക്കുന്നു, അല്ലെ? പക്ഷെ നമ്മളെ ഫിയർ ഒന്ന് ഓവർകം ചെയ്യാൻ ശ്രമിക്കണം. എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഓവർകം ചെയ്ത് കഴിഞ്ഞ് നോക്കിയായി ഫിയർ പൂർണ്ണമായിട്ട് മാറ്റണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എനിക്ക്. പക്ഷെ സാധിക്കുമെന്ന് അറിയില്ല കേട്ടോ. It often protect a person from disaster and harm. Disaster or harm, അല്ലെങ്കിൽ ഡേഞ്ചറിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ ചില സമയത്ത് ഫിയറിന് സാധിക്കും, അല്ലെ? ഫിയർ വിച്ച് ആർ നോട്ട് റിയലിസ്റ്റിക് മേ ബി ഓവർകം ബൈ അവയർനെസ് ഓഫ് അൺറിയാലിറ്റി. ഫിയർ എന്ന് പറയുന്നത് റിയലിസ്റ്റിക് അല്ല. നമുക്ക് ആ ഒരു റിയാലിറ്റിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് നമുക്ക് ഫിയർ സംഭവിക്കുന്നത്. A child who has developed certain fear and because he suffer from lack of attention required affection or acceptance. സാധാരണ കുട്ടികൾക്ക് ഈ ഫിയർ എങ്ങനെയാണ് കൂടുതലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അഫെക്ഷനും അക്സെപ്റ്റൻസും ലവും കെയറും ഒന്നും കിട്ടാതെ വരുമ്പോഴാണ് കുട്ടികളിൽ ഈ ഒരു ഭയവും കാര്യങ്ങളൊക്കെ വരുന്നത്. So education programs and activities hence should try to provide concentrated facilities and experience so that children and others may save avoidable fear. അപ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസും മറ്റ് ആക്ടിവിറ്റിയിലൂടെയും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഫിയറുകൾ നമുക്ക് ഒരു പരിധിവരെ ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. പണ്ട് എനിക്ക് ഇടിമിന്നലിനെ പേടിയായിരുന്നു. കുഞ്ഞായിരുന്ന സമയത്ത് ഇടിമിന്നലിനെ പേടിയായിരുന്നു. പിന്നെ സയൻസിൽ നമ്മൾ പഠിച്ചു, നമ്മള് ക്ലൗഡ്സ് തമ്മിൽ കൂട്ടിയിടിക്കുമ്പോഴാണ് ആദ്യം ലൈറ്റ് എനർജി പിന്നെ സൗണ്ട് എനർജി ഫോം ചെയ്യുന്നത് എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോ ആ ഫിയറൊക്കെ ഒരു പരിധി വരെ എന്ത് ചെയ്തു, കുറഞ്ഞു, അല്ലെ? ഇടിമിന്നലിനോട് പേടിയുള്ള ആൾക്കാരുണ്ടായിരുന്നോ? ഇല്ല, പണ്ട് എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇടിമിന്നൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഞാൻ ചെവിയൊക്കെ പൊത്തി ബെഡ്ഷീറ്റിന്റെ അടിയിൽ പോയിരിക്കുമായിരുന്നു. അപ്പൊ അമ്മ പറയും, ഇങ്ങനെയാണ് അർജുന ഫൽഗുണൻ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചാൽ മതി, നമുക്ക് പേടിക്കേണ്ട, ആകാശത്ത് അർജുനനും കർണനും കൂടി യുദ്ധം ചെയ്യുന്നതാണ് നമുക്ക് ഇവിടെ ഇടിമിന്നൽ വരുന്നതെന്നൊക്കെ. അന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു, ഇന്ന് വിശ്വസിക്കില്ലല്ലോ. സയൻസ് പിന്നെ സയൻസ് ഒക്കെ പഠിച്ചു തുടങ്ങിയപ്പോ അതൊക്കെ തെറ്റാണെന്നും അതെങ്ങനെയാണ് വരുന്നതും എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അതിനോടുള്ള ഭയം ഒരു പരിധി വരെ. നെക്സ്റ്റ് ഒരു ഇമോഷനാണ് ആങ്കർ, അല്ലെ? ദേഷ്യം. ആരിവിടെ ദേഷ്യക്കാരിയായിട്ട് കൂടുതലുള്ളത്? എന്ത് പറഞ്ഞാലും ദേഷ്യം പറയുന്ന ആൾക്കാരുണ്ടാവില്ലേ? അതൊരു ആങ്കർ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഇമോഷൻ ആയിട്ട് നമുക്ക് പറയാം. നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമുള്ള ഒരാളാണെങ്കിൽ അത് നമ്മളുടെ ലൈഫിലെ മറ്റു റിലേഷൻസിനെയും എന്ത് ചെയ്യും, ബാഡ്ലി അഫക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ആങ്കർ ഒരു നെഗറ്റീവ് ഇമോഷനാണ്. നമുക്ക് ദേഷ്യം ഉണ്ടാവും, അല്ലെ? നമ്മള് ഡിഫറെന്റ് സിറ്റുവേഷനിൽ വരുന്നവരാണ് ഓരോ ടീച്ചേഴ്സും എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എത്ര ദേഷ്യമുണ്ട്, എത്ര പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ ദേഷ്യമൊക്കെ മാറ്റി വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ക്ലാസ് എടുക്കാനായിട്ട്. There are many circumstances in everyday life for accrual of anger. ദേഷ്യം വരാനായിട്ട് കാരണങ്ങൾ ഒരുപാടായിരിക്കും ഒരു ദിവസം, അല്ലെ? നമുക്ക് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ആങ്കർ വരാൻ കാരണമാവും. Causes of anger varied from and innumerable. നമുക്ക് ദേഷ്യം വരാനായിട്ട് 1000 കാര്യങ്ങൾ ഉണ്ടാവും. Some of them may be rejection of the child wish.
കുട്ടീനെ സംബന്ധിച്ചാണെങ്കിൽ കുട്ടിയുടെ ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുമ്പോൾ കുട്ടിക്ക് ഭയങ്കര ദേഷ്യം വരും. ഡിഫിക്കൽട്ട് അസൈൻമെന്റ് ബിയോണ്ട് ഹിസ് കേപ്പബിലിറ്റി, ട്രൈഡ് സം ജോബ്സ്. അവന് നമ്മള് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അസൈൻമെന്റ്, അവന്റെ കപ്പാസിറ്റിക്ക് കൂടുതലായിട്ടുള്ള അസൈൻമെന്റ്സും കാര്യങ്ങളും കൊടുക്കുമ്പോൾ കുട്ടിക്ക് ദേഷ്യം വരും. അൺഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലെസൺ എടുത്തു കൊടുക്കുകയാണെങ്കിൽ ദേഷ്യം വരും. ഇന്റർഫിയറൻസ് വിത്ത് സെറ്റ് ഓഫ് ഹാബിറ്റ്, കുട്ടിയുടെ ആ ഒരു സെറ്റ് ഓഫ് ഹാബിറ്റ് ആയിട്ട് ഇന്റർഫിയറൻസ് വരുമ്പോൾ ദേഷ്യം വരും. റിയൽ ഓർ ഇമാജിനറി ഫേവറിറ്റിസം, നമ്മൾ കുട്ടികളിൽ റിയൽ അല്ലെങ്കിൽ ഇമാജിനറി ഫേവറിറ്റിസം കാണിക്കുന്ന സമയത്ത് പാരന്റ്സിനോടും ടീച്ചേഴ്സിനോടും ദേഷ്യം വരും. നമ്മള് മൂത്താളല്ലേ ഇളയ ആള് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് മടിയിലൊക്കെ വെച്ചൊന്ന് കൊഞ്ചിക്കുന്ന സമയത്ത് മൂത്ത കുട്ടി വന്നിട്ട് നമ്മളോട് പറയാറുണ്ട്, അമ്മയ്ക്ക് എന്നെ എല്ലാവരും ഇഷ്ടം, അവനെയാണല്ലോ ഇഷ്ടം. സ്ഥിരമായിട്ട് കേൾക്കുന്ന രണ്ട് കുട്ടികളുള്ള അമ്മമാര് എന്തായാലും കേൾക്കുന്ന ഒരു ഡയലോഗാണ്. അപ്പോൾ കുട്ടികൾക്ക് ദേഷ്യം വരും. അറ്റാക്ക് ഓൺ സെൽഫ് റെസ്പെക്ട്, കുട്ടിയുടെ സെൽഫ് റെസ്പെക്ട് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ദേഷ്യം വരും. ഫിസിക്കൽ ഇൽനെസ്, കുട്ടികൾക്ക് വയ്യാതെ വരൂലേ, ആ സമയത്ത് ദേഷ്യമാണ്. അവര് വയ്യാഴി അല്ലെങ്കിൽ ക്ഷീണവും കാര്യങ്ങളൊക്കെ അവർ പ്രകടിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കും? ഈ ദേഷ്യത്തിന്റെ രീതിയിലായിരിക്കും. പിന്നെ ചൈൽഡ് ഇൻട്രസ്റ്റ്, ഓക്കെ. പിന്നെ എന്താണ് ഹങ്കർ, വിശക്കുമ്പോ ദേഷ്യം വരുന്ന ആരെങ്കിലുണ്ടോ? ഞാനുണ്ട്. എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ ദേഷ്യം വരുന്നു. അല്ലെങ്കിൽ ഞാൻ നല്ല കുട്ടിയാണ്, എന്നുവെച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ വിശന്ന് കഴിഞ്ഞാൽ എന്നെ പിടിച്ചാൽ കിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മള് എന്നെ സംബന്ധിച്ചാൽ പറയാം. സാധാരണ എനിക്ക് ഫുഡൊക്കെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധം തോന്നില്ല, ലൈറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ മതി. പക്ഷെ ലഞ്ച് കഴിച്ചില്ലെങ്കിൽ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും, ചെറുതായിട്ട് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ചില ദിവസങ്ങളിൽ നമുക്ക് ക്ലാസ്സൊക്കെ വരുമ്പോ ഓവറായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കേണ്ട വരാതെ കിട്ടാതെയൊക്കെ വരുമ്പോ അപ്പൊ ആ ഫുഡ് കഴിക്കാതെ കയറുന്ന ബാച്ചിനോട് ചിലപ്പോൾ നമുക്ക് ദേഷ്യം തോന്നും. അപ്പൊ ഞാൻ ആലോചിക്കും, അയ്യോ എന്ത് പറ്റി എനിക്ക് ഇവരോട് ദേഷ്യം തോന്നാനായിട്ട്, അല്ലെങ്കിൽ ഈ ക്ലാസ്സിലൊക്കെ ദേഷ്യം വരുന്നേ എന്ന് തോന്നും. അപ്പൊ ഞാൻ മനസ്സിലാക്കും, എനിക്ക് വിശന്നിട്ടാണ്, ഫുഡ് കഴിക്കാത്തതുകൊണ്ട് വിശന്നിട്ടാണ് ദേഷ്യം വന്നിരിക്കുന്നതെന്ന് മനസ്സിലാവും. നമ്മളും എന്ത് ചെയ്യാൻ, നമ്മുടെ ഫുഡൊക്കെ മര്യാദക്ക് കഴിക്കാം. കണ്ടിട്ടാ ഫുഡൊക്കെ കറക്റ്റായിട്ട് കഴിച്ചാലാണ് നമുക്ക് ദേഷ്യമൊന്നും ഇല്ലാതെ നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലാസ് നല്ല രീതിയിൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഫുഡൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക കുട്ടികൾക്ക്. ചില കുട്ടികൾക്ക് നമ്മള് കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് വിശന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യം ഒന്നും വരും അല്ലെ. അപ്പൊ കറക്റ്റായിട്ട് ഫുഡ് കൊടുക്കുക. It should be noted that planning a lesson, നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത്, നമ്മൾ ലെസൺ പ്ലാൻ ചെയ്യുന്ന സമയത്ത് should consider children's interest, കുട്ടികളുടെ ഇൻട്രസ്റ്റും കൂടി നമുക്ക് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ക്ലാസ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട്. സ്പാൻ ഓഫ് അറ്റൻഷൻ ആൻഡ് എബിലിറ്റി ലെവൽ in order to avoid resistance, കുട്ടികൾ പഠിക്കാനോ മടിയൊക്കെ കാണിക്കുക, അത് നമുക്ക് ഒരു പരിധിവരെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. Firm must impartial teacher to do a better job, നല്ലൊരു എല്ലാവരോടും ഒരേപോലെ ആയിരിക്കണം ടീച്ചേഴ്സ് പെരുമാറാനായിട്ട്. ഡിസ്ക്രിമിനേഷൻ ഈസ് റെസിസ്റ്റഡ് മോസ്റ്റ്ലി ബൈ ചിൽഡ്രൻസ് ആൻഡ് ആസ് ആൻ അഡൾട്ട്, നമ്മൾ കുട്ടികളെ വേർതിരിക്കാൻ പാടില്ല, വിവേചനം കാണിക്കാൻ പാടില്ല. ബോത്ത് ടീച്ചേഴ്സ് ആൻഡ് പാരന്റ്സ് ഹെൽപ്പ് ദി ചിൽഡ്രൻ ടു ഡെവലപ്പ് ഹെൽത്തി philosophy of the life by providing them with the knowledge of different ideas, value system through the useful discussion. നമ്മുടെ ടീച്ചേഴ്സും പാരന്റ്സും കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള നോളജ് ഡെവലപ്പ് ചെയ്യണം. നമ്മൾ കഥകളിലൂടെ പറഞ്ഞു കൊടുക്കണം, നല്ല എന്താ പറയുക, നല്ല ഫിലോസഫീസ് കാര്യങ്ങളൊക്കെ, ഹെൽത്തി ആയിട്ടുള്ള ഫിലോസഫീസ്, ലൈഫിന്റെ ഫിലോസഫിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ കുട്ടികളെ നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറ്റാൻ പറ്റും. അതുവഴി നമുക്കൊരു പരിധിവരെ ആങ്കർ എന്ന് പറയുന്ന നെഗറ്റീവ് ഇമോഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ബോത്ത് മസ്റ്റ് ഹെൽപ്പ് ദി ചൈൽഡ് ടു ഡെവലപ്പ് ഹെൽത്തി പിയർ ഏജ് റിലേഷൻഷിപ്പ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. ടീച്ചേഴ്സും പാരന്റ്സും ആണ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ഘടകം. The child who get affection, encouragement, develop a good personality. നല്ല അഫെക്ഷനും എൻകറേജ്മെന്റും ലവും കെയറും ഒക്കെ കിട്ടി വളരുന്ന കുട്ടിയാണെങ്കിൽ അവന്റെ പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കും? ഗുഡ് ആയിരിക്കും. നല്ലൊരു പേഴ്സണാലിറ്റിയില് ആ കുട്ടി വളർന്നു വരും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കുവോ?
ഈ ഇതൊന്ന് വായിച്ചു നോക്കട്ടെ എല്ലാവരും. ഈ നമ്മളിപ്പോ പറഞ്ഞ അട്രാക്ഷൻ മുതലുള്ള ഇമോഷൻസ് നന്നായിട്ടൊന്ന് റീഡ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. വായിച്ചിട്ടാണോ സംഭവിച്ചത്? വായിച്ചു നോക്കിക്കോട്ടെ. ഫുള്ളായിട്ട് വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. റീഡ് ചെയ്തു എല്ലാവരും? അപ്പൊ ഡിഫറെന്റ് ഇമോഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഹ്യൂമൻ ബീങ്സിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്. കുട്ടികൾക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്. ഏതെല്ലാമാണ്? അഫെക്ഷൻ, ഹ്യൂമർ, ഫിയർ, ആങ്കർ. ഇതിൽ പറയാത്ത ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. ഹാപ്പിനെസ്, സാഡ്നെസ്, ഡിഫറെന്റ് ഇമോഷൻസ് ഉണ്ട്. നമ്മളത് കുട്ടികളുടെ കാര്യത്തിൽ കുറച്ച് കെയർഫുൾ ആയിട്ട് വേണം ഇമോഷൻസ് നമ്മൾ പ്രകടിപ്പിക്കാനായിട്ട്. കാരണം വെരി സെൻസിറ്റീവ് ആണ് അവരുടെ ഇമോഷൻസ്. നമ്മൾ നല്ല കെയറും സ്നേഹത്തോടു കൂടി ആയിരിക്കണം നമ്മളോട് പെരുമാറാനായിട്ട്. ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഇപ്പൊ നമ്മൾക്ക് ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ആളും കേൾക്കൂടാട്ടോ, പറയാമോ? ഇപ്പൊ കേക്കാവോ? ഓക്കെ. ഇപ്പൊ ഒരു ദേഷ്യപ്പെട്ടിരിക്കുന്ന ആളും സന്തോഷം തരുന്ന ഒരാളും അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുക. പറയൂടാ. ഇപ്പം ഒരു ഹാപ്പിനെസ് ആയിട്ടിരിക്കുന്ന ആളും ആങ്കർ ആയിട്ടിരിക്കുന്ന ആളും അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുക. അപ്പൊ നമ്മൾ സൗമ്യ, ഇപ്പൊ ഹാപ്പിനെസ് ഉള്ളവര് സൗമ്യമായിട്ട് സംസാരിക്കുക. എല്ലാവർക്കും ക്ലിയർ ആണോ? എനിക്ക് മാത്രം തോന്നുന്ന പ്രശ്നമാണോ? വോയിസ് ക്ലിയർ ആണോ? ഓക്കെ, പറഞ്ഞോ. ശരി, കേട്ടില്ലേ? ഇപ്പൊ കേക്കാവോ? മാം, ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പൊ അപ്പുറത്ത് ഹാപ്പിനെസ് ആയിട്ടും ഓപ്പോസിറ്റ് ഇരിക്കുന്നതായിട്ട് ഫിയർ ആയിട്ടും നമ്മൾ ഇരിക്കുക. അപ്പൊ നമ്മള് ക്ലിയർ ആവുന്നില്ല. 12:30 കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഒന്നും കൂടി ഉറക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ക്ലിയർ ആവായിരിക്കും. ഓക്കെ, ഒരു മിനിറ്റ്. മാം, ഇപ്പൊ കേക്കാവോ? മാം കേക്കാവോ?
ഓക്കെ കേട്ടാ, ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നേ, സോറി ഓൾ. കേൾക്കാലോ എല്ലാവർക്കും? സപ്പോസ് ഇങ്ങനെ നെറ്റ് ഇഷ്യൂസ് വരാണ്, നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നെറ്റ് ഇഷ്യൂസ് വരാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിന്റെ ടൈം വരെ നിങ്ങൾ ലെഫ്റ്റ് ആവാൻ പാടില്ല കേട്ടോ. ക്ലാസ്സിന്റെ ടൈം വരെ ആ ഒരു ടൈമിൽ നിങ്ങൾ കോളിൽ കണക്ട് ആയിരിക്കണം. കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ആയിരിക്കും, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് സോഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സിനെ കുറിച്ചിട്ടാണ്, അല്ലെ? നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന് സോഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ് ഉണ്ട്. ഓക്കെ, ഒരു വ്യക്തിനെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് സോഷ്യൽ നീഡ്സ് ആണ് ലവ് ആൻഡ് സെക്യൂരിറ്റി, ഇൻഡിപെൻഡൻസ്, നല്ല ഫ്രീഡം. സോ ഇതൊക്കെ നമ്മൾ എന്ത് നീഡിൽ വരും? നമ്മുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡിലാണ് വരുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഐശ്വര്യ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു? ഐശ്വര്യ എന്നാണോ അശ്വതി എന്നാണോ പേര്? ഐശ്വര്യ. ഐശ്വര്യ, സോറി. ഐശ്വര്യ പറഞ്ഞോടാ. ഇല്ല, ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് പറഞ്ഞോളാം. ഓക്കെ, അപ്പൊ സോഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ലവ് ആൻഡ് സെക്യൂരിറ്റി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നീഡ് തന്നെയാണല്ലേ ലവ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ദീസ് ആർ ദി ടു മെയിൻ ഫാക്ടർ വിച്ച് കോൺട്രിബ്യൂട്ട് ടു ഹെൽത്തി ഗ്രോത്ത് ഓഫ് ദ മൈൻഡ്. നമ്മുടെ മനസ്സിന്റെ ഏറ്റവും ഹെൽത്തി ഗ്രോത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ലവ്, സ്നേഹം, സെക്യൂരിറ്റി, അല്ലെ? സുരക്ഷിതത്വം. ഇറ്റ് ഈസ് നെസസറി ഫോർ ദ ചൈൽഡ് ടു ഹാവ് എ ഫീലിംഗ് ഓഫ് ബീങ് വാണ്ടഡ്. നമ്മൾ കുട്ടികളുടെ ഒരു ഇമോഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളോട് സ്നേഹം പ്രകടിപ്പിക്കുക തന്നെ വേണം. അവര് ഫീലിംഗ് ഓഫ് ബീങ് വാണ്ടഡ്, നിങ്ങൾ ഞങ്ങൾക്ക് വേണം, നിങ്ങൾ ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് നമ്മുടെ ലൈഫിൽ എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് അവര് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. റിക്വയർഡ് ബൈ അതേഴ്സ്, എ സെൽഫ് ഫീലിംഗ് ദാറ്റ് ഹി ആൻഡ് ഷീ ഹാസ് ദ certain place in the family and the society. കുട്ടികൾക്ക് ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. കാരണം അവർക്കൊരു സേഫ് ഫീലിംഗ്, അവർ സേഫ് ആണ്, അവർ ഫാമിലിയിൽ സേഫ് ആണ്, നമ്മുടെ സൊസൈറ്റിയിൽ സേഫ് ആണെന്നുള്ള ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഫാമിലിയിൽ സേഫ് ആണെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുമായിരിക്കും, പക്ഷെ സൊസൈറ്റി സേഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ കാണുന്ന സൊസൈറ്റി എല്ലാവരും സേഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ന്യൂസുകൾ ഇങ്ങനെ പല പല ടൈപ്പ് ഓഫ് നെഗറ്റീവ് ന്യൂസുകളൊക്കെ കാണില്ലായിരുന്നു. അപ്പൊ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. പാരന്റ്സ് ആയാലും ടീച്ചേഴ്സും നമ്മുടെ സൊസൈറ്റി അത്ര സേഫ് അല്ല. ഓക്കെ, അപ്പോ നമ്മുടെ ഫാമിലിയിൽ നല്ലൊരു സേഫ് ആയിട്ടൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് patient and friendly attitude on the part of the parents, teachers, together with the proper guidance, whenever required, contribute strongly developing self-confidence. നമ്മുടെ പാരന്റ്സ്, ടീച്ചേഴ്സ് കുട്ടികളിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള പാരന്റ്സ് ആവണം, ഫ്രണ്ട്ലി ആയിട്ടാണ് അവരോട് പെരുമാറുന്നത്, അവർ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരിൽ എന്തെല്ലാം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും? സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഏതൊരു സിറ്റുവേഷനും നല്ല കോൺഫിഡൻസോട് കൂടി, നല്ല ധൈര്യത്തോടു കൂടി ഓവർകം ചെയ്യാനായിട്ട് പറ്റും. പോസിറ്റീവ് സെൽഫ് ഇമേജ്, സ്വയം നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇമോഷണൽ സെക്യൂരിറ്റി, ഇമോഷൻസ്, നമുക്ക് ഇമോഷൻ കൺട്രോളും കാര്യങ്ങളും കൈവരിക്കാൻ പറ്റും. അഡ്ജസ്റ്റ്മെന്റ് ഇൻ ദ സൊസൈറ്റി, നമ്മളൊരു സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ ആ ഒരു സൊസൈറ്റിന്റെ നേച്ചറായിട്ട് നമുക്ക് അഡ്ജസ്റ്റഡ് ആവാനായിട്ട് പറ്റും. അല്ലാതെ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ മാറില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആ ഒരു ക്യാരക്ടർ, ആ ഒരു സൊസൈറ്റിയുടെ നേച്ചറായിട്ട് നമ്മൾ ചേഞ്ച് ആക്കണം. സെൽഫ് കൺട്രോൾ, നമ്മളുടെ ഇമോഷൻസ് ഉണ്ടാവും. പെട്ടെന്ന് നമ്മൾ ദേഷ്യം വരുന്ന ആൾക്കാരായിരിക്കും, പക്ഷെ നമ്മൾ ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കും. കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ, കുട്ടികളെ വളർത്തുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അമ്മമാർക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് സെൽഫ് കൺട്രോൾ, പേഷ്യൻസ്, അല്ലേ വേണ്ടേ? കാരണം അവരെത്ര കുരുത്തക്കേടായിരിക്കും ചെയ്യുന്നില്ല. ഒരു ദിവസം വീട്ടിലെ ഫാമിലിയിൽ അവർ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമുക്ക് സെൽഫ് കൺട്രോൾ ഇല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു യുദ്ധഭൂമിയായിട്ട് മാറും, അല്ലേ? ഇന്ന് രാവിലെ തന്നെ വീട്ടിൽ റെഡിയാക്കി കുട്ടികളെ വിടുന്നവരെ ഒരു യുദ്ധം തന്നെയായിരുന്നു നടന്നത്. നമ്മൾ അത്രയും കൺട്രോൾ ചെയ്തിട്ടുണ്ടാവും. ചെറിയ ചെറിയ കാര്യങ്ങൾക്കായിരിക്കും അവർ കുറുമ്പ് കാണിക്കുന്നത്, വാശി പിടിക്കുന്നത്. അപ്പൊ നമ്മളത് കറക്റ്റ് ആയിട്ട് അവർ ഗൈഡ് ചെയ്ത് അവരെ മനസ്സിലാക്കി അവരോട് നല്ല രീതിയിൽ പെരുമാറി വേണം നമ്മൾ കുട്ടികളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ. നെക്സ്റ്റ് വേണ്ട ഒരു നീഡാണ് ഇൻഡിപെൻഡൻസ്. കുട്ടികൾക്ക് സ്വാതന്ത്ര്യം വേണം. ഓരോ കാര്യങ്ങളും സ്വയം ചെയ്ത് നോക്കി മനസ്സിലാക്കാനുള്ള ഫ്രീഡം നമ്മൾ ആർക്ക് കൊടുക്കണം? കുട്ടികൾക്ക് കൊടുക്കണം. ഡിപ്പെൻഡിങ് അപ്പോൺ ദർ എബിലിറ്റി, കുട്ടികളുടെ എബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ചിൽഡ്രൻ ഷുഡ് ബി പ്രൊമോട്ട് ടു തിങ്ക് ഇൻഡിപെൻഡന്റ്ലി.
കുട്ടികളെ കൊണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് തിങ്ക് ചെയ്യിച്ച് ക്യാരി ഔട്ട് ദ ടാസ്കും കാര്യങ്ങളും പ്രവർത്തികളും അവരെ കൊണ്ട് സ്വയം ചെയ്യിച്ച് അഫ്കോഴ്സ് അഡൾട്ട് സൂപ്പർവിഷൻ നമ്മൾ ശരിയാണ് കുട്ടികളെ കൊണ്ട് സ്വയം കാര്യങ്ങളൊക്കെ ചെയ്യിക്കണം. എന്നിരുന്നാലും നമ്മൾ സൂപ്പർവിഷനിൽ നമ്മളുടെ ശ്രദ്ധയിൽ വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യിക്കാൻ. ഇപ്പൊ കിച്ചണിൽ വർക്ക് ചെയ്യിക്കുന്നത് റിസ്ക് ആണെന്ന് ഞാൻ പറയില്ല, കാരണം നമ്മളുടെ സൂപ്പർവിഷനിലാണ് അവർ കിച്ചണിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് സേഫ് ആണ്. ദിസ് ഓൾസോ ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് കോൺഫിഡൻസ് ഇൻ ചിൽഡ്രൻ. കുട്ടികളിൽ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ കാരണമാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് സോഷ്യൽ ഇമോഷണൽ എൻവയോൺമെന്റ്. കുട്ടീനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു എൻവയോൺമെന്റ് ആണ് സോഷ്യൽ ഇമോഷണൽ എൻവയോൺമെന്റ്. നമ്മൾ സോഷ്യൽ ഇമോഷണൽ എൻവയോൺമെന്റിനെ കുറിച്ചിട്ട് ലാസ്റ്റ് ക്ലാസ്സിലായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എ ഹെൽത്തി സോഷ്യൽ ഇമോഷണൽ എൻവയോൺമെന്റ് ഈസ് നെസസറി ഫോർ ദ സ്മൂത്ത് ആൻഡ് ഹെൽത്തി ഇമോഷണൽ ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്. കുട്ടിയുടെ നല്ലൊരു ഹെൽത്തി സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേറൊരു എൻവയോൺമെന്റ് ആണ് സോഷ്യൽ ഇമോഷണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. വാട്ട് എ ചൈൽഡ് സീസ് ഈസ് ഇമ്പോർട്ടന്റ്. കുട്ടി എന്താണ് കാണുന്നത്, കുട്ടിയുടെ ചുറ്റുപാടും എന്താണ് എന്നുള്ളത് കുട്ടീനെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡ്രഗ്ഗിനെസ് എന്നുള്ള മദ്യപാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ എപ്പോഴും വീട്ടിലെ എല്ലാവരും തമ്മില് തർക്കങ്ങളാണ്, ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്ന ഒരു സമൂഹമാണ്. ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ്, വയലൻസ്, അതേപോലെ ഫീലിംഗ് ഓഫ് ഫ്രസ്ട്രേഷൻ, റിജക്ഷൻ, ഫിയർ, നോൺ അഡ്ജസ്റ്റ്മെന്റ്, ഇതെല്ലാം വരുമ്പോൾ കുട്ടിയുടെ പേഴ്സണാലിറ്റി നെഗറ്റീവ് പേഴ്സണാലിറ്റിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ കുട്ടി കാണുന്ന സമൂഹം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടി കാണുന്നത് ഒരു പോസിറ്റീവ് സമൂഹമാണ്, പോസിറ്റീവ് ഫാമിലി അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ കുട്ടി വളർന്നു വരുമ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള കുട്ടിയുടെ മാറും. അല്ല നെഗറ്റീവ് ആയിട്ടുള്ളൊരു സമൂഹമാണ്, നെഗറ്റീവ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയിലാണ് കുട്ടി വളർന്നു വരുന്നതെങ്കിൽ കുട്ടിയുടെ ക്യാരക്ടറിലും ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. When a child is seeing is also very important. കുട്ടി എന്താണ് കാണുന്നത് എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡ്രഗ്ഗിനെസ്, squirrels at home, racial and class distinction, antisocial activities, and violence in society, and in feeling of frustration, rejection, fear, and non-adjustment in children, and often may even result in antisocial behavior in children. ഇങ്ങനെയുള്ള കാരണങ്ങൾ കുട്ടിയുടെ ബിഹേവിയറിൽ തന്നെ ആന്റി സോഷ്യൽ ബിഹേവിയർ വരാനായിട്ട് കാരണമാകും. ഓക്കെ, നെഗറ്റീവ് പേഴ്സണാലിറ്റിയിലേക്ക് കുട്ടി പോകാനായിട്ട് സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യരുത്. അപ്പോൾ നല്ലൊരു പോസിറ്റീവ് എൻവയോൺമെന്റിലായിരിക്കണം നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കേണ്ടത്. അത് ഓരോ ഫാമിലിയുടെയും ഓരോ സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണ്. അതൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. നെക്സ്റ്റ് പോർഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുമ്പോൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും കേട്ടോ. ഒരു ക്ലാസ് കൂടി കിട്ടുള്ളൂ, അതുകൊണ്ടാണ് വേഗം പോർഷൻസ് എടുക്കാനായിട്ട് മാക്സിമം നോക്കിയത്. ഓക്കെ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. പറഞ്ഞോളാം. അതെ, ഈ 27th നമുക്ക് ഫസ്റ്റ് ടൈം എക്സാം ഫിക്സ് ചെയ്തേക്കുന്നത്. അപ്പോ ആ ഡേറ്റില് ഇപ്പൊ ഞാൻ നേരത്തെ ഒരു ട്രിപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വേളാങ്കണ്ണി ട്രിപ്പ്. അപ്പൊ 25th to 28th ആണ് ഞങ്ങളത് ബുക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഓൺലൈൻ എക്സാം ആണല്ലോ, അപ്പൊ എനിക്കത് അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലേ? 29 ആക്കിയിട്ടുണ്ട്. 27 മുതൽ 29 ആയി. താങ്ക് യു. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇനി ഐശ്വര്യ പറഞ്ഞോളാം. പറഞ്ഞത് ക്ലിയർ ആയില്ല. എനിക്ക് തോന്നുന്നു എന്റെ റേഞ്ച് കട്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു, നെറ്റ് പോവായിരുന്നു, അതുകൊണ്ടാണ് ആ സമയത്ത് വോയിസ് ക്ലിയർ ആവാഞ്ഞത്. പറഞ്ഞോളൂ. ഇപ്പൊ കേൾക്കാമോ? ഞാൻ ഫുള്ള് ഇടാം സ്പീക്കറിൽ, എന്നിട്ട് പറഞ്ഞോ. ഫുള്ളാ മാം? ആ പറഞ്ഞോ. മാം ഇപ്പം ഞാൻ ഹാപ്പിനെസ് ആയിരുന്നു ഒരാളും, എന്റെ ഓപ്പോസിറ്റ് ഫിയർ ദേഷ്യപ്പെടുന്ന ഒരാളും ഇരിക്കുക. കേക്കാമോ മാം? ദേഷ്യപ്പെടുന്ന ഒരാളും ഇരിക്കുക. അപ്പൊ ഞാൻ സന്തോഷത്തോടെ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി അവരുടെ വിഷമങ്ങളെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. അവര് പറയുന്നില്ല, ഞാൻ പറയുന്നുണ്ട്.
ഹാപ്പിനെസ് തരുന്ന ഞാൻ പറയുന്നുണ്ട്, ഇങ്ങനെ ചെയ്യണ്ട, അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം, അത് ചെയ്താൽ വിജയിച്ച നമുക്ക് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് ദേഷ്യപ്പെടുന്ന ആളോട് ഞാൻ പറയുക. ഓക്കെ. അപ്പൊ അയാള് ദേഷ്യപ്പെടുന്ന ആള് പറയുക, എനിക്കറിയാം ഞാൻ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട, എനിക്കറിയാം, എനിക്ക് എനിക്ക് തന്നെയായിട്ടൊരു മറ്റേ സ്വന്തം നിലനിൽപ്പിൽ നിൽക്കാൻ എനിക്കറിയാം, അതായിട്ട് ഞാൻ മുന്നോട്ട് പോകാന്ന് പറയാ. അപ്പൊ എന്നെ ചെയ്യണമാ? ഒന്നും ചെയ്യണ്ട, സംസാരിക്കാൻ വേണ്ട, നമ്മൾ ആ കാര്യം അവിടെ വിട്ടാ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കാം. ആ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഇനി എന്തൊരു സിറ്റുവേഷൻ വന്നാലും നമ്മൾ ഇടപെടാതിരിക്കാം. ഓക്കെ. നമ്മളോട് സങ്കടങ്ങൾ പറയുന്നുണ്ട്, വീട്ടിലെ അവസ്ഥ. നമ്മളോട് സങ്കടം പറയുമ്പോൾ നമ്മളൊരു അഭിപ്രായം പറയണമെന്നില്ല. ഇപ്പോ നമ്മൾ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അതിന് സജഷൻസ് കൊടുക്കണമെന്നുണ്ടാവില്ല. ആ സമയത്ത് അവർ ആഗ്രഹിക്കുന്നത് നമ്മളുടെ സങ്കടം ഒരാളോട് കൂടി പറയുമ്പോൾ നമുക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചായിരിക്കും സങ്കടങ്ങൾ പറയുന്നത്. സോ നമ്മളത് ഗുഡ് ലിസണർ ആവാൻ നോക്കാം. സജഷൻസ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട, അക്സെപ്റ്റ് ചെയ്യേണ്ട. ഞാൻ സജഷൻസ് കൊടുത്തിട്ട് അക്സെപ്റ്റ് ചെയ്തില്ല, അവർ പറയുന്നത് നമ്മൾ കേൾക്കാം, പിന്നെ റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ. ഇപ്പൊ അവര് പറയാ, അത് ഇപ്പം എന്നെ കൊച്ചിനോട് പറയുമ്പോഴാ എനിക്കൊരു ആശ്വാസം കിട്ടുന്നേ, എന്നാ ഒരു സന്തോഷമൊക്കെ കിട്ടുന്നേന്ന് പറയുക. അപ്പൊ അവര് തിരിച്ചു നമ്മുടെ അവരുടെ സങ്കടങ്ങളെല്ലാം നമ്മൾ കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മളോട് ദേഷ്യപ്പെടുക. എനിക്ക് സ്വന്തം നിലനിൽപ്പിൽ നിൽക്കാൻ അറിയാം, ഞാൻ ഉറച്ചു തീരുമാനം എടുത്തിട്ടുണ്ട്, അവരെ ഇന്നത് ചെയ്യും, കൊല്ലും, അങ്ങനെയാന്നൊക്കെ ഇങ്ങനെ പറയും അവര് ദേഷ്യം പിടിച്ച. അപ്പോഴോ നമ്മൾ അവരെ മാക്സിമം ഉപദേശിച്ച് നന്നാക്കാൻ നോക്കാം. ഉപദേശിക്കുക എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള പാത്തിലേക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കാം. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ നോക്കുക. എന്ത് പറയുമ്പോഴും ഒരു വ്യക്തത ഉള്ളത് നല്ലതായിരിക്കും. ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാം. അങ്ങനെയല്ല നമ്മൾ ദേഷ്യത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും റോങ് ആയിരിക്കും. നമ്മളോട് പറഞ്ഞിട്ടില്ലേ, ഒരുപാട് സന്തോഷിക്കുന്ന സമയത്തായാലും ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തായാലും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ റോങ് ആയിരിക്കും. അതുകൊണ്ടാണ് പറയാറ്, ഒരുപാട് സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല, ഒരുപാട് ദേഷ്യം, സങ്കടത്തിൽ നമ്മുടെ ഇമോഷൻസ് എക്സ്ട്രീം ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും റോങ് ആയിരിക്കും. ഒരു കാരണവശാലും നമ്മൾ ഒരിക്കലും ഒരു തീരുമാനം ഒരുപാട് ഹാപ്പിനെസ്സോട് കൂടി എടുക്കാനും പാടില്ല, ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തും തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. നിങ്ങൾക്കറിയാലോ, ആ ഒരു സിറ്റുവേഷനിൽ തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. നമ്മുടെ മനസ്സൊന്ന് കാമായിട്ടൊന്ന് ആലോചിക്കുക, അതിനുശേഷം ഒരു തീരുമാനം എടുക്കുക. ആ തീരുമാനം കറക്റ്റ് ആയിരിക്കും എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുക. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു. താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? Hello everyone, our class is over for today. Thank you Aparna Miss for your valuable time spent for us. See you all next time. Goodbye. Thank you all. Thank you ma'am. താങ്ക് യു മാം. Thank you, ma'am.